ഹലോ, ഗുഡ് മോർണിംഗ്. സോ പുലർച്ചെ സമയം കഴിഞ്ഞു. 5:09 കേട്ടോ. 5:09 കാണിച്ചത്. 5:09 നമുക്ക് എണീക്കാം. സമയം 5 മണിക്കുണ്ടെങ്കിൽ നമ്മൾ ലേറ്റായി. നമുക്ക് എണീക്കാം. ഓക്കെ, എണീറ്റിട്ട് കാണാം. അപ്പം അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ട്. അത് നമ്മൾ പല്ല് തേക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. എന്തുണ്ട് വിശേഷം? നമ്മൾ മറ്റേ സംഭവം പറഞ്ഞല്ലോ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സമയത്താണ് പൊതുവെ എണീക്കാറ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നോ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എണീറ്റ് വ്ലോഗ് ഓടിക്കുന്നത്. പല്ല് തേക്കട്ടെ. അങ്ങനെതാ നമ്മൾ പല്ല് തേച്ച് ഫേസൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ വാഷ്റൂമിലേക്ക് പോയിട്ട് ഇപ്പം വരാം. ഒരു 2 മിനിറ്റ്. ഓക്കെ, അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി വന്നു. കുറച്ച് സൺസ്ക്രീൻ ഫേസിൽ അപ്ലൈ ചെയ്തു. കുറച്ച് എൻ്റെ മേലെ കുറച്ച് പൗഡർ കിട്ടും. എൻ്റെ ഫേസ് ഒന്ന് ക്ലിയർ ആയില്ലേ. അതിനിതാ നമ്മൾ കിടന്ന ബെഡ്ഷീറ്റ് ഒന്ന് തട്ടി വിരിക്കാം. ഓക്കെ, എപ്പോഴും എഴുന്നേറ്റപാട് കിടന്ന ബെഡ്ഷീറ്റ് തട്ടി വിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തട്ടി വിരിച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഡ്രസ്സ് ചേഞ്ചിട്ട് ഇപ്പോൾ വരാം. അപ്പളും ഇതാ നമ്മൾ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്? സോ ഡ്രസ്സ് മാറിയിട്ടുണ്ട്.
ഇനി നമുക്ക് നേരെ പള്ളിയിലോട്ട് പോകണം, നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചായ കുടിക്കാൻ പോകണം. ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ. ഇതൊക്കെ ഞാൻ പല വ്ളോഗിലും കാണിച്ചിട്ടില്ല, അപ്പം കാണിക്കാൻ നിർത്തും. ഇവിടെ കുറച്ച് ദൂരെ നടന്നു കഴിഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളി പോകാൻ പറ്റുമെങ്കിൽ പള്ളിയിൽ പോവാം. ഓക്കെ, ബാ. അമ്പലത്തിന്റെ അവിടെയാണ് പള്ളിയിൽ പോകുന്നത്. വരുന്നതേ ഉള്ളൂ, 5:30 മണിയായല്ലേ ഉള്ളൂ. രാവിലെ തന്നെ ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമുണ്ട്. പ്രത്യേകിച്ച് നല്ല തണുപ്പാണ്, മഞ്ഞ് വീഴുന്നുണ്ട്. മഴയായതുകൊണ്ട് നിങ്ങൾക്ക് കാണാം റോഡെല്ലാം നനഞ്ഞിരിക്കുക. കണ്ടോ, റോഡെല്ലാം ഫുള്ള് നനഞ്ഞിരിക്കുക. അതിൻ്റെ നൈറ്റ് നല്ല മഴയായിരിക്കും തോന്നുന്നു, മഴയാണെന്ന് തോന്നുന്നു. നിസ്കരിച്ച് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. പള്ളിയുടെ അവിടെ ഒന്നും ഇവിടുന്ന് വീഡിയോ പിടിക്കാനേ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ ആളുകൾ ചിലപ്പം പ്രശ്നം ഉണ്ടാക്കും. പത്തനംതിട്ടയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. കുറേ അധികം നടന്നു പോകണം പള്ളിയിൽ പോകേണ്ടിയിട്ടുണ്ടെങ്കിൽ. രാവിലെ എണീറ്റപ്പോൾ പള്ളിയിൽ പോകാനൊരാഗ്രഹം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിസ്കരിക്കുകയാണല്ലോ എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച പോലും അടുത്ത് പള്ളിയില്ലാത്തതുകൊണ്ട് പോകാനൊക്കാറില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകാറുള്ളൂ, അല്ലാത്ത ദിവസമൊന്നും പോകാറില്ല. ഞാൻ പോകാനൊക്കാറില്ല പള്ളിയൊന്നും അടുത്തില്ലാത്തതുകൊണ്ട്. അപ്പം ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ വിചാരിച്ച് കുറച്ചധികം ദൂരം നടന്നിട്ടാണെങ്കിലും പള്ളിയിലൊന്ന് പോകാൻ നോക്കാം. എനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് ഒത്തിരി നടക്കാൻ പറ്റത്തില്ല, അതാണൊരു മെയിൻ പ്രശ്നം. ഇന്നലെ ഞാനൊരു റീലിട്ടുണ്ടായിരുന്നല്ലേ, ആ റീലിട്ടെൻ്റെ ഒരു സൈക്കിളിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ സൈക്കിളാണ് അവിടെ അങ്ങ് നിർത്തിയിരിക്കുന്നത്. അവിടെ എന്താ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഇതാക്കിയിരിക്കുന്നത്. ചേട്ടച്ചനും ചേച്ചിയമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. വിളിച്ചുണർത്തുന്നത് അവരാണ്. രാവിലെ വിളിക്കും, പുലർച്ചെ വിളിക്കും എന്നെ, മോനെ നീ എണീറ്റോ പള്ളിയിൽ പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. അങ്ങനെ ഇപ്പം എന്താ പറയുക, ഞാൻ അമ്പലത്തിലാണെങ്കിലും പോവും, പള്ളിയിലാണെങ്കിലും കൃത്യമായിട്ട് പോവും. അങ്ങനെയൊക്കെ. യൂട്യൂബിൻ്റെ അടി വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഹിന്ദു ആയോ നീ, വീണ്ടും ഹിന്ദു ആയോ നീ, മതം മാറി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊന്നും പറയാനില്ല. അതിനൊന്നും, ആ കമൻസിനൊന്നും എനിക്കൊന്നും പറയാനില്ല. സോ അത് ഓരോ വീഡിയോ ഇടുമ്പോഴും ഞാൻ അമ്പലത്തിൽ പോയി തൊഴുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന കമൻസുകളാണത്. അത് എനിക്ക് എന്താ പറയുക, എനിക്ക് തോന്നുന്നിടത്തിൽ ഞാൻ പോവും, ഞാൻ പ്രാർത്ഥിക്കും. അത് എൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് പോകുന്നത്. അതിലെനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. പിന്നെ എല്ലാ മതക്കാർക്കും കയറാൻ പറ്റുന്ന അമ്പലങ്ങളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ, അല്ലാത്ത അമ്പലങ്ങളിൽ ഞാൻ പോകാറില്ല. കാരണം ഓരോ വിശ്വാസത്തെയും അത്രയധികം ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എല്ലാവിടെയും ഞാൻ പോകാറില്ല.
എല്ലാവർക്കും കയറാൻ പറ്റുന്ന അമ്പലം ഏതാണ് ആ അമ്പലത്തിൽ പോവും. എൻ്റെ അച്ഛനും അമ്മയോടെ തൊഴും, അല്ലെ കൂട്ടുകാരുടെ പോവും, അങ്ങനെയൊക്കെ പോവും. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്. അപ്പം അതെനിക്ക് മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ആളുകൾ പലജനം ബഹുവിധം എന്നല്ലേ, അങ്ങനെയല്ലേ, കറക്റ്റല്ലേ? അങ്ങനെ ഞാൻ തോന്നുന്നു. എനിക്കൊരു കാഴ്ച കാണിച്ചു തരാം. കണ്ടോ, പകലൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല, അത്രയും ആളുകളായിരിക്കും, വീഡിയോ ഒന്നും പിടിക്കാനൊക്കത്തില്ല. ഇതുവരെ നേരം വെളുത്ത ഒരു ടൈം ആയതുകൊണ്ടാണ്. പകലിലേക്ക് കുറേ അധികം നടക്കാനുണ്ട്, അതാണൊരു വലിയ പാട്. എനിക്ക് നടക്കാൻ മേല, നടക്കാനൊക്കത്തില്ല, കാലിൽ നടക്കാനൊക്കില്ല. കോഴിക്കോട് നമ്മുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പള്ളികൾ അടുത്തടുത്തുണ്ടാവും. നമുക്ക് നിസ്കരിക്കാനൊക്കെ ആണെങ്കിലും വളരെ വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ പള്ളികൾ വളരെ കുറവാണ്, മുസ്ലിംസ് ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പള്ളികൾ വളരെ കുറവാണ്. രാവിലെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ നിസ്കരിക്കാൻ എണീക്കുന്നത് കൃത്യമായിട്ട് എൻ്റെ ചേട്ടത്തിനും ചേച്ചിയമ്മയും വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാലുവേദനയൊക്കെ കൊണ്ട് ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങിപ്പോവും. അവർ രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ എന്നെ വിളിക്കും, നീ എണീറ്റ് പള്ളിയിൽ പോയോ, നിസ്കരിച്ചോ? ഞാൻ പള്ളിയിൽ പോയി ചീത്ത വിളിയായിരിക്കും പള്ളിയിൽ പോകാത്ത ദിവസങ്ങളിൽ. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ റൂമിൽ നിസ്കരിക്കാൻ പറയും. അപ്പം അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, യഥാർത്ഥ മനുഷ്യരെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം അമ്പലത്തിലാണെങ്കിലും എന്നെ എല്ലാവിടെയും കൂട്ടിക്കൊണ്ടുപോകും, പള്ളിയിലാണെങ്കിലും കൃത്യമായിട്ട് പോകാൻ പറയും. ഇങ്ങനത്തെ ഒരു പാരൻസിനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ശരിക്കും എനിക്ക് ദൈവം തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അമൂല്യമായ നിധിയാണ് എൻ്റെ ചേട്ടച്ചനും ചേച്ചിയമ്മയും എൻ്റെ ഫ്രണ്ട്സും. ഇനി ഞാൻ പള്ളിയിൽ പോയി വന്നതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, പ്ലും അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട്. നല്ല ക്ഷീണമായി. എനിക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. മഞ്ഞ് പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. വേഗം പോകണം, നിസ്കാരം കഴിഞ്ഞ് ഓടി വന്നതാണ്. എനിക്ക് റാന്നിയിലെ പാലത്തിൻ്റെ മോർണിംഗ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ബാ. ഇവിടുന്ന് കാണുമ്പോൾ അടിപൊളിയാണല്ലേ. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് പോകുമ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കാൻ നോക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയോന്നറിയില്ല, നോക്കാം.
ഏതാ വെട്ടങ്ങളെല്ലാം ഓരോന്നറായി തെളിഞ്ഞിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു വന്നിട്ടില്ല, അത്രയും സമയമായിട്ടില്ല. സമയം എന്തോരമായി? 6 മണിയായി. 5:59, 6 മണിയായി. 6 മണി ആയതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചായ കയറിയിട്ട് കടയിൽ കയറിയിട്ട് ചായയും അതുപോലെ കേസരിയും കൂടെ കഴിച്ചു. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു മതസൗഹാർദ്ദ കുടുംബമാണ്. ശരിക്കും എന്നെ ഇന്ന് സുബൈക്ക് വിളിച്ചെണീപ്പിച്ചത് എൻ്റെ ചേട്ടച്ചനാണ്, നിസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് കയറാൻ പറ്റുന്ന അമ്പലങ്ങളിലെല്ലാം ഞാൻ പോയി പ്രാർത്ഥിക്കും. എൻ്റെ അച്ഛനും അമ്മയുടെ കൂടെ പോകും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ലവ് യു, ടാറ്റ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ.